മദ്രസക്ക് രൂപം കൊടുത്തു. മദ്രസ ഇല്ലായിരുന്നു, ആർക്കും മദ്രസ ഇല്ല. സമസ്ത രൂപീകരിച്ച് കുറച്ചു കാലം കഴിഞ്ഞു, മദ്രസ തുടങ്ങിയിട്ടില്ല. ഒത്തുപള്ളികളായിരുന്നു. പള്ളിന്റെ ഉള്ളിൽ ഒരു ഉസ്താദ് ബാങ്ക് കൊടുക്കാനും അയാൾ തന്നെ, ഖുത്ബയും അയാൾ തന്നെ ഈ കുട്ടികൾക്ക് പലകയിൽ എഴുതിയിട്ട് പഠിപ്പിച്ചു കൊടുക്കും. കമ്മിറ്റി ഉണ്ടോ? കമ്മിറ്റി ഇല്ല. മുത്തവല്ലിമാർ, ഓരോരോ പള്ളിന്റെ മുത്തവല്ലികളെ പറ്റി അറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വെള്ളിയാഴ്ച വരും, മുറുക്കാൻ കെട്ടുമായി ബത്തലെ അടക്കന്റെ ചീലയായിട്ട് വരും. മുത്തവല്ലി 4-5 ആളുകൾ പള്ളിന്റെ മുറ്റത്ത് വന്നിട്ട് വരാന്തയിലിരിക്കും. ചിലപ്പോ ബത്തല് തന്നിട്ട് അതിന്റെ ചുവപ്പ് കാണിച്ച് പള്ളിന്റെ മതിൽക്കന്നെ തുപ്പിന്ന് വരും. ആര് ചോദിക്കാൻ? അങ്ങനത്തെ കാലം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അവിടേക്കാണ് MA ഉസ്താദ് കടന്നു വരുന്നത്. ഇങ്ങനെ ആയാ പോരാ, നമ്മളെ കുട്ടികൾ വളർന്നിട്ട് വലിയ പണ്ഡിതന്മാരാകണ്ടേ? അവർക്ക് നമുക്കൊരു സിസ്റ്റം വേണ്ടേ? അവർക്ക് സിലബസ് വേണ്ടേ? ക്ലാസുകൾ വേണ്ടേ? ഇടക്കിടക്ക് കുട്ടികളെ പരിശോധിക്കാൻ മുഫദ്ദിസുമാർ വരണ്ടേ? എക്സാം പരീക്ഷ നടത്തണ്ടേ? കുട്ടികൾക്ക് അവർക്ക് റിസൾട്ട് കൊടുക്കണ്ടേ? വലിയ വലിയ കിതാബുകൾ പഠിക്കാൻ നമ്മളെ മക്കളെ പാകപ്പെടുത്തണ്ടേ? മദ്രസകൾ പോയി സെക്കൻഡറി മദ്രസകളാകണ്ടേ? അവിടെ നിന്ന് ദർസിലേക്ക് എത്തണ്ടേ? അറബി കോളേജിൽ എത്തണ്ടേ? വെറും ഈ മുറുക്ക